ചരിത്രത്തിലാദ്യമായി 1,00,000-ലധികം മലയാളികൾ പങ്കെടുക്കുന്ന ഒരു വിപുലമായ മൈഗ്രേഷൻ കോൺക്ലേവ് ജനുവരി മാസം 18 മുതൽ 21 വരെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ വെച്ച് നടക്കുകയാണല്ലോ. മലയാളികളുടെ ഭാവി പ്രവാസത്തെ സംബന്ധിച്ചും കേരളീയ ജീവിതത്തെ സംബന്ധിച്ചും എന്തെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്, നമ്മുടെ ഭാവി പ്രവാസം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. 18-ാം തീയതി വൈകിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 19-ാം തീയതി തിരുവല്ലയിലുള്ള കൂടാരപ്പള്ളിയിൽ വെച്ച് 4 പ്ലാറ്റ്ഫോമുകളിലായി 4 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ 3 മണിക്കൂർ വീതം നീളുന്ന വലിയ ചർച്ചകൾ നടക്കും. അത് ഇന്ത്യൻ സമയം, ഗൾഫ് സമയം, യൂറോപ്യൻ സമയം, അമേരിക്കൻ സമയം എന്നിങ്ങനെ 4 വിവിധ ടൈം സോണുകളിൽ 4 വേദികളിലായിട്ടാണ് ആ ചർച്ചകൾ നടക്കുന്നത്. 20-ാം തീയതി പേപ്പർ അവതരണമാണ്. പ്രവാസത്തെ സംബന്ധിച്ചുള്ള ഏതാണ്ട് 35ഓളം വിവിധങ്ങളായ വിഷയങ്ങളിൽ 400-നും 500-നും ഇടയിലുള്ള പേപ്പറുകളാണ് അവതരിപ്പിക്കപ്പെടുക. അത് ലോകത്ത് എമ്പാടുമെന്നുള്ള പ്രവാസികളാണ് ആ പേപ്പറുകൾ അവതരിപ്പിക്കുക. അന്നേ ദിവസം വൈകിട്ട് പ്രവാസ സാഹിത്യ സമ്മേളനമുണ്ട്. പ്രവാസ മേഖലയിൽ സജീവമായി നിന്നിരുന്ന 10-ലധികം സാഹിത്യകാരന്മാർ വിവിധ വിഷയങ്ങളിൽ പ്രവാസം, സാന്നിധ്യം, അസാന്നിധ്യം, പ്രവാസം, ജീവിതവും പെൺജീവിതവും അതിൻ്റെ എഴുത്തും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, പിന്നീട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചും നോവലിനെ സംബന്ധിച്ചും നജീബും ബ്ലസിയും ചേർന്നുള്ള ചർച്ച. ഇങ്ങനെ അതിനുശേഷം വൈകിട്ട് റാസാബീഗത്തിൻ്റെ ഗാനസന്ധ്യ എന്നിവയുണ്ടാവും. അത് നടക്കുന്നത് തിരുവല്ല മർത്തോമ കോളേജിൽ വെച്ചിട്ടാണ്. ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അനുബന്ധിച്ച് വൈകിട്ട് പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച് ശിവമണിയും നമ്മുടെ സ്റ്റീഫൻ ദേവസിയും ചേർന്നുള്ള മ്യൂസിക്കൽ കൺസേർട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രവേശനം സൗജന്യമാണ്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചരിത്ര സംഭവമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നോളം പ്രവാസികൾ കൂടി വന്നതിൻ്റെയൊക്കെ എല്ലാം ഉപരിയായി ലോകത്തിൻ്റെ എമ്പാട് നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും പ്രവാസികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും.